അത് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആര് സഹായിക്കുന്നു അവരോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന്. ആ ഒരു കടപ്പാട് ഞങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും. അതിപ്പോൾ BJP ആണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതെങ്കിൽ BJPയുടെ ഒപ്പം നിൽക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊരു പൗരന്റെ അവകാശമാണ്. അത് കാണിച്ചിരിക്കും. അതുകൊണ്ടാണ് മുൻപത്തെ ആളുകൾ ഇപ്പോൾ BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം തന്നെയാണ്. അവരവരുടെ കൂറ് കാണിക്കുന്നു എന്ന് പറയുമല്ലോ, നമുക്ക് തരുന്നതിന് നമ്മൾ തിരിച്ചു കാണിക്കും. പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം ഇതിനെ പ്രതിരോധിക്കാൻ അവർ എടുക്കുന്ന മാർഗങ്ങൾ അത് മുൻപൻ ജനതയെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 3.5 വർഷക്കാലം മുനമ്പം ജനതയെ വേദനിപ്പിച്ചത് മുഴുവനും നിങ്ങൾക്ക് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കിലാക്കി വെച്ചിരിക്കുന്ന ഇത് തന്നെ ഞങ്ങളുടെ മക്കളുടെ ഭാവിക്ക് നേരെയുള്ള കവാടങ്ങളാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തന്ന വേദനയേക്കാൾ കൂടുതൽ വേദനയൊന്നും ഇനി അവർക്ക് തരാനില്ല. കാരണം ഞങ്ങളെല്ലാം സജ്ജരാണ്. ഏത് രീതിയിലായാലും ഞങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ മാതാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഭുവനേശ്വരി ദേവിയും ഞങ്ങളുടെ വേളാങ്കണ്ണി അമ്മയും ഉള്ള കാലം വരെ എന്തായാലും മുനമ്പം ജനത തോൽക്കില്ല. ഞങ്ങളെ തോൽക്കാനായിട്ട് ഈ രണ്ടമ്മമാരും സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇത് കേന്ദ്രം ഞങ്ങൾക്ക് ചെയ്തു തരാവുന്നത് ചെയ്തു തന്നു. ഇനി നിങ്ങളുടെ കൈകളിലാണ്. എത്രയും വേഗം ഞങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങളത് താമസം വരുത്താതെ എത്രയും വേഗം ഞങ്ങളെ ഈ സമരമുഖത്തുനിന്ന് മാറ്റാൻ നിങ്ങൾ പ്രയത്നിക്കുക. അതെ, നമസ്കാരം. ചേച്ചി, ഇപ്പോൾ കിരൺ റിജുവിന്റെ പ്രസംഗം കേട്ടല്ലോ, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇനി ഭാവിയിലെ കാര്യങ്ങളിൽ? ഭാവിയിലെ കാര്യങ്ങളിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഈ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു വരുന്നതുവരെ പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഏകദേശം 6 മാസമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഈ 6 മാസമായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിനോ കേരളത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഒരു ഉറപ്പ് അവർക്ക് തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉറപ്പ് അവർ പാലിക്കും തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നില്ലേ? ഈ ബില്ല് പാസ്സാക്കിയതിനു ശേഷം ഇത് നടപ്പിലാവില്ല, മുനമ്പം ജനതയ്ക്ക് ഗുണമില്ല എന്ന് നിരന്തരമായിട്ട് പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പല്ലേ ഈ ഒരു സംഭവത്തിൽ അവർ പറയുന്നത് നുണയാണെന്ന്? ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അവർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തിന് വേണ്ടിയുള്ളതല്ല, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പം ജനത ഇപ്പോഴും പറയുന്നു, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതായ ഈ ബില്ലിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. മുനമ്പം ജനതയ്ക്ക് ഇതിൽ നിന്നൊരു പ്രതിവിധി കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോട് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഈ ഒരു സമയത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഞങ്ങളെ സഹായിക്കും, അവരെ കൊണ്ട് സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ഇനിയും സമയമുണ്ട്, കേരളത്തിന് ഇനിയും സമയമുണ്ട്. ഞങ്ങളെ സഹായിക്കണമെങ്കിൽ സഹായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രശ്നം കേന്ദ്രമാണ് ഇനി കൂടുതൽ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് എങ്കിൽ കേരള സർക്കാരിനും കേരളത്തിലുള്ള പ്രതിപക്ഷത്തിനും അതൊരു വലിയ നാണക്കേടായിരിക്കും. അപ്പോൾ കേന്ദ്രം ഇത് ഇടപെടുന്നതിന് മുൻപ് ഈ പ്രശ്നം തീർത്തു തന്നാൽ കേരള സർക്കാരിനും പ്രതിപക്ഷത്തിനും നല്ലതായിരിക്കും. ഇപ്പോൾ ഈ മുനമ്പൻ ജനത ഈ വലിയ പ്രതിസന്ധി കഴിഞ്ഞൊരു 6 മാസമല്ല, ഒരു ഏകദേശം 3 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അവരൊരു മനസ്സിൽ വലിയൊരു പേടിയുണ്ടായിരുന്നു. ആ ഭയം പൂർണ്ണമായിട്ടും അകന്ന ഒരു സമയം തന്നെയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായതിനു ശേഷം ശരിക്കും മുനമ്പം ജനതയ്ക്ക് ശത്രുക്കൾ കൂടിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്നും ആയാലും മുനമ്പം ജനതയെ മറ്റുള്ളവർ പറ്റിച്ചു എന്നുള്ള അപഖ്യാതികളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഇന്ന് കിരൺ റിജു സാർ ഇവിടെ പറഞ്ഞതനുസരിച്ച് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. വരുന്ന ഈ ഒരു മണിക്കൂറുകൾ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ ഭരണപക്ഷവും പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം ഇതിനെ പ്രതിരോധിക്കാൻ അവർ എടുക്കുന്ന മാർഗങ്ങൾ അത് മുൻപൻ ജനതയെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 3.5 വർഷക്കാലം മുനമ്പം ജനതയെ വേദനിപ്പിച്ചത് മുഴുവനും നിങ്ങൾക്ക് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടങ്കിലാക്കി വെച്ചിരിക്കുന്ന ഇത് തന്നെ ഞങ്ങളുടെ മക്കളുടെ ഭാവിക്ക് നേരെയുള്ള കവാടങ്ങളാണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തന്ന വേദനയേക്കാൾ കൂടുതൽ വേദനയൊന്നും ഇനി അവർക്ക് തരാനില്ല. കാരണം ഞങ്ങളെല്ലാം സജ്ജരാണ്. ഏത് രീതിയിലായാലും ഞങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ മാതാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഭുവനേശ്വരി ദേവിയും ഞങ്ങളുടെ വേളാങ്കണ്ണി അമ്മയും ഉള്ള കാലം വരെ എന്തായാലും മുനമ്പം ജനത തോൽക്കില്ല. ഞങ്ങളെ തോൽക്കാനായിട്ട് ഈ രണ്ടമ്മമാരും സമ്മതിക്കില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങളിപ്പോൾ 2025-ലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചിന്തിക്കുന്ന ഒരു നല്ലൊരു തലമുറ ഇവിടെയുണ്ട്. തീരദേശവാസികളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അധികം അടിച്ചാക്ഷേപിക്കരുത്. കാരണം ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു ജനവിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി കിട്ടും വരെ ഞങ്ങൾ പോരാടുകയും തന്നെ ചെയ്യും. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? സന്ധ്യ ഫിലിപ്പ്. ചേച്ചി ഇപ്പോൾ കിരൺ റിജുവിന്റെ പ്രസംഗം കേട്ടല്ലോ. ചേച്ചി ഒരു മുനമ്പംകാരിയായതിന്റെ പേരിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വളരെയധികം പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളൂ. കാരണം ഇതുപോലെ നമ്മൾക്ക് പ്രതീക്ഷ തരുന്നൊരു വാക്ക് ഇതുവരെ നമുക്ക് കേട്ടിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രി വന്ന് അത് നമ്മളുടെ ഈ നിയമം പാസ്സാക്കി നമ്മൾക്ക് ഉറപ്പ് തന്നിട്ട് പോയിരിക്കുകയാണ്. ഇനി എന്തായാലും കേന്ദ്രത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ട്. ഇതുവരെ നമ്മൾ എന്താവും നമ്മളുടെ അവസ്ഥ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇരുട്ടിത്തപ്പുന്നു എന്ന് പറയും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, നമ്മൾക്കൊരു വഴിയുണ്ട്, നമുക്കൊരു മാർഗമുണ്ട്. അത് ഞങ്ങൾക്കും അറിയാം. ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം സമയമെടുക്കും. പക്ഷേ ഞങ്ങൾ ലക്ഷ്യം എത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഈ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനോടും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നമ്മുടെ വി ഡി സതീശനോടും അദ്ദേഹത്തോട് ഈ പറയുന്ന രണ്ട് വ്യക്തികളോട് എന്താണ് പറയാനുള്ളത്? അത് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇത് കേന്ദ്രം ഞങ്ങൾക്ക് ചെയ്തു തരാവുന്നത് ചെയ്തു തന്നു. ഇനി നിങ്ങളുടെ കൈകളിലാണ്. എത്രയും വേഗം ഞങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾ താമസം വരുത്താതെ എത്രയും വേഗം ഞങ്ങളെ ഈ സമരമുഖത്ത് നിന്ന് മാറ്റാൻ നിങ്ങൾ പ്രയത്നിക്കുക. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറെ ആളുകൾ ഈ മുനമ്പം പ്രദേശത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ ഈ ഒരു സമയത്ത് എന്താ പറയുക? പലരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ എന്താണ് അവരോട് പറയാനുള്ളത്? അവരോടൊക്കെ സഹതാപമേ ഉള്ളൂ. കാരണം അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നത് കുറച്ചു പേരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയക്കാരുടെ കളിയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു പൗരന്റെ അവകാശമാണെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ വൈകിപ്പോണം. അവരോട് നമുക്ക് സഹതപിക്കാനേ പറ്റൂ. അവർക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ 155 ദിവസത്തോളം നിരാഹാരം ഇരിക്കുന്നത്. അത് അവർ മനസ്സിലാക്കും, അവർ തിരിച്ചറിയും. അത്രയേ ഉള്ളൂ പറയാനായിട്ട് അവരോട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിരവധി ആളുകൾ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് മുനമ്പത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് വലിയൊരു മാറ്റം ഈ ഒരു മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത് മുനമ്പം വിഷയം ഞങ്ങൾ 6 മാസത്തോളമായി ഇപ്പം സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ട്, അത് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആര് സഹായിക്കുന്നു അവരോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന്. ആ ഒരു കടപ്പാട് ഞങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും. അതിപ്പോൾ BJP ആണ് ഞങ്ങൾ സഹായിച്ചിട്ടുള്ളതെങ്കിൽ BJPയുടെ ഒപ്പം നിൽക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊരു പൗരന്റെ അവകാശമാണ്. അത് കാണിച്ചിരിക്കും. അതുകൊണ്ടാണ് മുനമ്പത്തെ ആളുകൾ ഇപ്പോൾ BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം തന്നെയാണ്. അവരവരുടെ കൂറ് കാണിക്കുന്നു എന്ന് പറയുമല്ലോ, നമുക്ക് തരുന്നതിന് നമ്മൾ തിരിച്ചു കാണിക്കും. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു വിഷയമായിട്ട് കാണുന്നുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് ഇവിടുത്തെ ആളുകൾ BJPയിൽ അംഗത്വം എടുത്തു, അത് ചില ആളുകളിൽ വലിയൊരു ദേഷ്യവും വിദ്വേഷമൊക്കെ നിങ്ങൾക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവും. അത് കാരണം ഇത്രയും കാലം ഓരോ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തു പോന്നിരുന്ന ആളുകളാണ് ഇന്ന് കൂടുതലും അതിലേക്ക് പോയിട്ടുള്ളത്. വർഷങ്ങളായി ഓരോ പാർട്ടിയിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അത് അവരുടെ സാഹചര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു. നമ്മളുടെ കിടപ്പാടത്തിനേക്കാൾ വലുതല്ല ഒരു പാർട്ടിയെന്ന് ഇന്ന് മനുഷ്യന് ബോധ്യമായി. അതിൻ്റെ തെളിവാണത്.